ഞാൻ ബിഫാം പരീക്ഷ ഒത്തിരി വട്ടം എഴുതി, പക്ഷെ പാസ്സാവുന്നില്ലായിരുന്നു. വലിയൊരു തടസ്സം അതിൻ്റെ അത് നേരിട്ടിരുന്നു. ഞാൻ ഓഗസ്റ്റ് മാസം ഒരു ധ്യാനം കൂടി. അപ്പോൾ അവർ പറഞ്ഞു, ഈ പരീക്ഷയ്ക്ക് ഒരു തടസ്സം, പരീക്ഷാ വിഷയത്തിന് ഒരു തടസ്സമുണ്ട്, അത് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാനിവിടെ ഒക്ടോബർ മാസം 19-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ നിയോഗം പരീക്ഷാ വിഷയത്തിനുള്ള തടസ്സം ഇഷ്യൂയും പരിശുദ്ധ അമ്മ എടുത്ത് മാറ്റണം എന്നുള്ളതായിരുന്നു. ഒക്ടോബർ 26-ാം തീയതി എൻ്റെ എക്സാമിൻ്റെ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റായി. അന്ന് ആ ഒരു സമയമായിട്ടും പരീക്ഷ വിഷയത്തിനുള്ള തടസ്സം എന്താണെന്നുള്ളത് വെളിപ്പെട്ട് കിട്ടിയില്ല. അന്ന് രാവിലെ വളരെയധികം ഞാൻ വിഷമിച്ചിരുന്നു. ഇനി എക്സാം ഫീസ് അടയ്ക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചു. ആ സമയത്ത് പരിശുദ്ധ അമ്മ ഏതോ ഒരു സ്ത്രീയുടെ ശബ്ദം എൻ്റെ ചെവിയിൽ നിന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടു. മോളെ, ആരും കാണാത്ത കാര്യങ്ങൾ അമ്മ കണ്ടിട്ടുണ്ട്, അമ്മ നിനക്ക് വെളിപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം എൻ്റെ ചെവിയിൽ ഒരു പാട്ട് ഞാൻ കേൾക്കുകയാണ്. രക്തക്കണ്ണീർ ഒഴുക്കി പ്രാർത്ഥിക്കുന്ന അമ്മയെ നിന്ദിക്കരുത് ഒരു നാളും, ഈശ്വരൻ്റെ മുമ്പിൽ നിനക്കായി ഇന്നും പ്രാർത്ഥിക്കാൻ മാത്രമേ അമ്മയ്ക്ക് അറിയൂ. അതിനുശേഷം ഞാൻ പോയി ഫീസ് അടച്ചു. ഞാൻ ഇവിടെ വന്ന് അമ്മയോട്, പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് എന്തായാലും ഈ പ്രാവശ്യം പാസ്സായേ പറ്റൂ. ആ പരീക്ഷ വിഷയത്തിനുള്ള തടസ്സം അമ്മ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ എടുത്ത് മാറ്റി തരണം എന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മ ഒക്ടോബർ 26 രാത്രി തന്നെ ആ ഒരു കാര്യം എനിക്ക് വെളിപ്പെടുത്തി തന്നു. അതിനുശേഷം ഞാൻ പോയി എക്സാം എഴുതി. ഡിസംബർ മാസം ഞാൻ പോയി എക്സാം എഴുതി 2 സബ്ജക്റ്റ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, അമ്മ മാതാവേ എനിക്ക് 57 മാർക്ക് വേണം പാസ്സാവാനായിട്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വായിച്ചു നോക്കിയപ്പോഴേക്കും 57 മാർക്ക് കിട്ടാനുള്ള ആൻസേഴ്സ് എനിക്ക് അറിയില്ല ശരിക്കും. ഞാൻ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു, അമ്മ മാതാവ് എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ ചെവിയുടെ അടുത്ത് വന്ന് എനിക്ക് ഉത്തരങ്ങളെല്ലാം, ഏതൊരു സ്ത്രീയുടെ ശബ്ദം എൻ്റെ ചെവിയുടെ അടുത്ത് വന്ന് എനിക്ക് ഉത്തരങ്ങളെല്ലാം പറഞ്ഞിരുന്നുണ്ടായിരുന്നു. ആ ഉത്തരങ്ങൾ ഞാൻ കംപ്ലീറ്റ് അതിൻ്റെ അകത്ത് എഴുതി വെച്ചു. അതിനുശേഷം ഫെബ്രുവരി മാസം ആദ്യ ചൊവ്വാഴ്ച ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു, നീ അടുത്ത ആഴ്ച വന്ന് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു. ഫെബ്രുവരി 13-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നു. ഒരു സബ്ജക്റ്റിന് 57, അടുത്ത സബ്ജക്റ്റിന് 59 തന്ന് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു.